പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി സെന്റ് ജോർജ് ഗവൺമെന്റ് VHSന്റെ മുന്നിലാണ്. ഇവിടെ ഇന്ന് കോട്ടയം ജില്ലാതല ഫെസ്റ്റ് നടക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മനൊക്കെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം. കാരണം നമ്മുടെ കുട്ടികളുടെയൊക്കെ കഴിവുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ തന്നെയാണ്. ഇത് പുതുപ്പള്ളി സെന്റ് ജോർജ് ഗവൺമെന്റ് VHS സ്കൂളാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ക്രിയാത്മകമാക്കുന്നതിനുള്ള പഠനാന്തരീക്ഷം ഒരുക്കുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ. കുട്ടികളിൽ ശരിയായ തൊഴിൽ സംസ്കാരം രൂപപ്പെടുത്തുന്നതിനും തൊഴിലും വിജ്ഞാനവും രണ്ടായി നിൽക്കേണ്ടതില്ലെന്നുള്ള ബോധ്യമുണ്ടാക്കുന്നതിനും സഹായകമാണ് ക്രിയേറ്റീവ് കോർണർ. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി സഹകരിച്ച് ജില്ലയിലെ 22 ഗവൺമെൻറ് UP സ്കൂളുകളിൽ പ്രോഗ്രാം നടന്നു വരുന്നു. ക്രിയേറ്റീവ് കോർണറുകളിൽ കഴിഞ്ഞ ഒരു വർഷമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പഠന ഉൽപ്പന്നങ്ങൾ, ആർജിച്ച അറിവുകൾ, നൈപുണികൾ എന്നിവയെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രിയേറ്റീവ് കോർണർ ഫെസ്റ്റ് നടത്തുന്നത്. നിങ്ങൾ ഏത് സ്കൂളാ മോളെ? ആർപ്പക്കര. നിങ്ങൾ ഏത് സ്കൂളാ? പുത്തേട്ട് ഗവൺമെന്റ് UP നട്ടാശ്ശേരി അല്ലേ? ഞാൻ പറഞ്ഞില്ലേ സ്റ്റോളിൽ നിൽക്കണോന്ന്. എവിടെ പോയി? നിങ്ങൾ ഏത് സ്കൂളാ മോളെ? താഴത്തു വടകര അല്ലേ? നിങ്ങൾ ഏത് സ്കൂളാ? എവിടെ? VSS പൂവക്കാട് അല്ലേ? കുഴപ്പമില്ല, ഞങ്ങൾ കൊടുക്കാം. നിങ്ങൾ ഏത് സ്കൂളാ? പനമറ്റം, കാഞ്ഞിരപ്പള്ളി അല്ലേ? ഏതാ സ്കൂൾ? ഏതാ? മുരിക്കുംവയൽ ഗവൺമെന്റ് VHS. നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്നാ? വീണ്ടും എന്തെല്ലാം പുതിയ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ അല്ലേ? ജ്യൂസ് ഉണ്ട്, ഗുജറാത്തി പാസ്ത ഉണ്ട്, ബൗണ്ടി ഉണ്ട്, പിന്നെ പുഡിംഗ് ഉണ്ട്, ഉപ്പിലിട്ടുണ്ട്, അച്ചാറുണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, പിന്നെ കുറെ സാധനങ്ങളുണ്ട്. എല്ലാം അടിപൊളി സാധനങ്ങളാണല്ലോ. ഒരു ഗെയിം കളിക്കാം. എന്നാ ഇത്? ഇത് നമ്മൾ ഡൈസ് എറിയണേ. എന്നിട്ട് ഡൈസ് എറിഞ്ഞ് കഴിയുമ്പം ഇതിൽ ഏത് നമ്പറാണോ കിട്ടുന്നത് ആ നമ്പറിലുള്ള ഏതെങ്കിലും ഒരു ഗെയിമോ ഒരു ആക്ടിവിറ്റിയോ തരും. അത് ചെയ്യണം. മതിയോ? അയ്യോ തഴപ്പ. റെഡിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ഇങ്ങോട്ട് ആൻസർ പറയണേ. I am sure and by
spicy. Kept in jar with salt and oil in travel far. ട്രാവൽ ഫാറ്റോ Far. ഫാൻ Far. F-A-R. ഫാൻ. ഇങ്ങനെ ഭയങ്കര പുളിയും എരിവൊക്കെ. അപ്പൊ നമുക്ക് ഇത് ജാറിനകത്തോ സൂക്ഷിച്ചു വെക്കുന്നേ. അപ്പം ഇതിനകത്ത് എപ്പോഴും നല്ല സാൾട്ടും നല്ല പുളിയും പിന്നെ നല്ലപോലെ ഓയിലും ഉണ്ട്, എണ്ണയുണ്ട്. നമുക്കിത് എവിടെ പോയാലും നമുക്കിത് ട്രാവലിന് നമുക്കിത് കൊണ്ടുപോകാം. എപ്പോഴും നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അങ്ങനെ ചോദ്യമാണല്ലോ. ആ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവും അപ്പോഴും. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. നല്ല കേടാവാതെ വെക്കാം. കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. കേടാവാതെ വെക്കാം. എപ്പോഴും നമുക്കത് എടുത്ത് യൂസ് ചെയ്യാം. അച്ചാറോ? കേടാവും. Have a nice day. ഏതാ സ്കൂൾ ഏതാ? ഗവൺമെന്റ് യു പി സ്കൂൾ അർമാനോ? അത് കാണത്തില്ല. ഇതെല്ലാം പഠന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡിന്റെ ഐറ്റമാണോ കൂടുതൽ അല്ലേ? ഫുഡ് ഐറ്റമാണ് കൂടുതൽ. പിന്നെ ക്രാഫ്റ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ചെയ്തതാണ്, ബൾബെല്ലാം ചെയ്തതാണ്. പിന്നെ അവിടെ ഉണ്ട്, പക്ഷെ ഇത് വെക്കാൻ ചെറിയ സ്റ്റാളല്ലേ. ആ അതെ അതെ. അതിനും കൂടെ ഒരു സൈഡാക്കിയതാണ്. ഈ പാത്രം ഈ ജ്യൂസും കുഴപ്പമില്ലല്ലോ. ഈ സ്കൂളിലെ HM ശ്രീമതി ശ്രീല രവീന്ദ്രൻ ഇവിടെയുണ്ട്. നമുക്ക് മാഡത്തിനോട് തന്നെ ഈ പ്രോഗ്രാമിനെ പറ്റി നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇതിപ്പോ ഈ ഒരു ദിവസം മാത്രമായിട്ടാണോ നടക്കുന്നത്? ആണോ? ഇതെന്നാ ശരിക്കും പറഞ്ഞ പ്രോഗ്രാം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുസാറ്റിന്റെ സഹകരണത്തോടെ SSK ഒരു സ്കൂളിന് 5 ലക്ഷം രൂപ കൊടുത്ത് 7 തൊഴിൽ മേഖലകളിൽ പരിശീലനം നടത്തുന്നു. 7 തൊഴിൽ മേഖല? 7 തൊഴിൽ മേഖലകൾ. അതിനകത്ത് കൃഷിയുണ്ട്, പാചകം ഉണ്ട്, അതിനുള്ള കുട്ടുകടം, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, കേക്ക്, ഇങ്ങനെ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ തയ്യൽ കണ്ട മെഷീൻ ഇരിക്കുന്ന കേട്ടോ, LED ബൾബ് നിർമ്മാണം, അതിൻ്റെയൊക്കെ മെഷീൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അവിടെ ഒരു നമ്മുടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഇത് കോട്ടയം ജില്ലയുടെ മൊത്തം എല്ലാ സ്കൂളിലും ഉണ്ടോ? കോട്ടയം ജില്ലയുടെ ഞങ്ങളുടെ സ്കൂളിൻ്റെ പിള്ളേരുണ്ടാക്കിയ. നമ്മുടെ പേരെന്നാ? നിങ്ങൾ ഉണ്ടാക്കിയാണോ ഇത്? ആ ശരിയാ. എന്നാ ഏത് സ്കൂളാണ് മോളെ? ഇവിടെ തന്നെയാണോ? അടിപൊളി. പിന്നെ അങ്ങനെ 7 മേഖലകളിൽ പിന്നെ പെയിന്റിംഗ് ഉണ്ട് കണ്ടോ, കുട്ടികളെ പെയിന്റ് ചെയ്ത സാധനങ്ങളെല്ലാം ഇവിടെ എല്ലാം ഉണ്ട്. പെയിന്റിംഗ് ഉണ്ട്. അങ്ങനെ ജില്ലയിലെ 22 സ്കൂളിനാണ് ഇപ്പം. 22 സ്കൂൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഗവൺമെന്റ് സ്കൂളിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 22 സ്കൂളിന്റെ സ്റ്റാളുകളാണ് ഇവിടെ അണിനിരത്തിയിരിക്കുന്നത്. നമ്മുടെ ഓരോ സ്കൂളും ഇത് അവനവന്റെ സ്കൂളിൽ ഒരു ഫെസ്റ്റ് നടത്തിയായിരുന്നു. അതിന്റെ കൺസോൾട്ടേഷനായിട്ട് ഇങ്ങനെ നടത്തണം അല്ലേ? ഇത് നടക്കണം. ഇന്നിപ്പോ എത്ര മണി വരെ ഉണ്ട് ഇത്? ഇന്ന് 3:30 വരെ. ഇനി ഇതിന്റെ ഏറ്റവും നല്ല സ്റ്റാളിനൊക്കെ ഇപ്പം സമ്മാനങ്ങളെല്ലാം അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല സ്റ്റാളിന് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന 10 കുട്ടികൾക്ക് സ്റ്റാളിന് 2-3 സമ്മാനങ്ങളുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. മോളെ ഏത് സ്കൂളാ നിങ്ങള്? ഈരാറ്റുപേട്ട. ഏത് സ്കൂളാ നിങ്ങള്? MA സ്കൂൾ. കുറിച്ചി. എന്താ പ്രോഗ്രാം നിങ്ങളുടെ? സയൻസുമായിട്ട്. ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ട വർക്കുണ്ട്, പേപ്പർ ക്രാഫ്റ്റ് ഉണ്ട്. ഏത് സ്കൂളാ മോളെ? എവിടാ സ്ഥലം? എവിടാ? തലയോലപ്പറമ്പ്.
ഇതേതാ സ്കൂൾ ഏതാ? മലപൂർ അല്ലേ? ഏതാ സ്ഥലം വരുന്നത്? പാലം. രാമൂര് അല്ലേ? ഏതാ സ്കൂള്? എന്നുണ്ട് ശ്രേയ പോയി നിങ്ങളുടെ മീനടാ അല്ലേ? ആരൊക്കെ ഉണ്ട്? എന്നാ നിങ്ങളിവിടെ തയ്യാറാക്കുന്നേ? ആ ബൾബ് ഉണ്ടാക്കിയ ആ കീടനാശിനികളുണ്ട്. ഈ ചെടികൾ പട്ടിക്കുണ്ട്. ആ മോടെ വരുന്നേ? മോടെ മോടെ വരുന്നേ? ജസ്മി. ഇത് നമ്മുടെ അയലോക്കംകാരനാ കേട്ടോ. മിസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ജപ്പാനീസ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ആ ഇതിന്റെ പേര് കിമോണോ. അത് പറഞ്ഞത് നമസ്കാരം. ഒന്ന് പറഞ്ഞേ എന്നാ പറഞ്ഞത്? ജപ്പാനിലെ ട്രഡീഷണലോ? അത് സ്ത്രീകളാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്. ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി കോർണറിലെ പഠിപ്പിച്ചാണോ? ആ സാറിന്റെ പേരെന്നാ? വിനോ. ഈ സാറോ? ബൾബുണ്ടാക്കാൻ പഠിപ്പിച്ചു. ആ ഇതുപോലെ വേറെ ജങ്ക് ഫുഡ് മാറ്റിയിട്ട് അത് നാടൻ ഭക്ഷണങ്ങള് നമ്മുടെ ആരോഗ്യത്തിന് ഇത് ന്യൂട്രീഷൻ ഫുഡാ. നമ്മള് എങ്ങനെയൊക്കെ ആഹാര വസ്തുക്കള് കേടാകാതെ സംരക്ഷിക്കാനാണ്. അത് ജലത്തിന്റെ പ്രഷർ കൊണ്ട് അത് ഇതിന് ഇവിടെ വെള്ളം അത് വെള്ളം അടിപൊളി. ആ ഏതാ സ്കൂള്? മണർകാട് അല്ലേ? ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മുടെ പേരെന്നാ? അനൂര്. അനുരഞ്ജന. ആവണി. അഡോൺ. കാശ്നാഥ്. ഇതെല്ലാം ഐറ്റംസ് അല്ലേ? എല്ലാം അടിപൊളി സാധനങ്ങളാണല്ലോ. സ്കൂളിൽ തന്നെ തയ്യാറാക്കുന്നല്ലേ? ഇത് റാഗി തിയേറ്റർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് നമ്മളല്ല. ഇവിടേക്ക് തിരിച്ചു പാനൽ വരുമ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ എങ്ങനെ ഈ ആശയങ്ങളെ അവതരിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി 10 കുട്ടികൾക്ക് മെഡൽ നൽകുന്നതാണ്. അതോടൊപ്പം നമ്മൾ റീൽസ് മത്സരം നടത്തിയിട്ടുണ്ട്. ആ റീൽസ് മത്സരത്തിൽ വിജയികളായ ഒരു സ്കൂളിന് വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ ട്രോഫി വിതരണം ചെയ്യുന്നതായിരിക്കും. ഉച്ചഭക്ഷണത്തിന്റെ സമയം ക്രമം അറിയിക്കുകയാണ്. ആദ്യത്തെ 1, 2, 3, 4, 5 സ്റ്റാളുകളിൽ ഇപ്പോൾ ജഡ്ജിങ് ആരംഭിക്കും. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനായി പോകേണ്ടവർ അവസാനത്തെ 22, 21, 20, 19, 18, 17 ഈ സ്റ്റോളുകളിലെ പകുതി കുട്ടികൾ വീതം ഭക്ഷണത്തിന് പോയതിനു ശേഷം അവർ തിരിച്ചെത്തി അടുത്ത ഭക്ഷണത്തിനായി തരുന്നതാണ്.
സ്കൂൾ ഏതാ നിങ്ങളുടെ? സ്കൂൾ ഏതാ? അളനാട്. ഏതാ സ്കൂള്? ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പെരുവ. ഇതെല്ലാം നമ്മൾ സ്കൂളിൽ തന്നെ തയ്യാറാക്കിയതാണോ? എപ്പം വന്നു രാവിലെ? 9:15 ആ. ഏതാ സ്കൂള് മോളെ? ഗവൺമെന്റ് യു പി സ്കൂൾ വെമ്പള്ളി. ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇതെല്ലാം നമ്മൾ സ്കൂളിൽ തയ്യാറാക്കുന്നതല്ല. അവിടെ വരുന്നേ അവിടെ ഗീതു കൃഷ്ണ. അവിടെ വരുന്നേ എന്നെ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ ജാം. ഏതാ സ്കൂൾ ഏതാ നമ്മളെ? GUPS കളത്തൂർ അല്ലേ? ഹായ്. ഇവിടെ മുഴുവൻ ഫുഡ് ഐറ്റം ആണല്ലോ മുഴുവൻ. നിങ്ങളേതാ സ്കൂൾ ഏതാ? ആനിക്കാട്. പേരെന്നാ മോടെ? മോടെ പേര് മിതൽ. പിന്നെ സ്കൂളിൽ നിങ്ങൾ തയ്യാറാക്കിയാണ് ഇതൊക്കെ? ഏതാ? ഇവിടെ വന്നിട്ടുണ്ടാക്കി ഇത് 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 ഇതിപ്പോ ഉണ്ടാക്കിയ LED ബൾബ് ഫോണിന്റെ സ്റ്റാൻഡൊക്കെ ഇത് സ്കൂളിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതാണോ? ഇത് ഇവിടെ വന്നപ്പോ ചെയ്തു. ഇവർക്ക് കുറെ പ്രാക്ടീസ് ഒക്കെ കൊടുത്ത് ചെയ്തു. ഞങ്ങൾ ഉണ്ടാക്കി ഇതല്ല പിന്നെ വരികയും അല്ലാത്തൊരു പോവുകയും ചെയ്തു. ഇതേതാ സ്കൂളേതാ? കുട്ടികളെ കാണാൻ വിട്ടേ, എല്ലാം ഒന്ന് കാണാനായിട്ട് പിന്നെ 10 ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ അനൗൺസ് ചെയ്ത് കഴിയാത്തവർ വീണ്ടും പറയണോ? ജഡ്ജ്മെന്റ് അതേസമയം തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റ് നടക്കുന്നത് ആദ്യത്തെ 1-2 എന്ന ക്രമത്തിലാണ്. നിശ്ചയിതത്തിന്റെ ഉച്ചഭക്ഷണത്തിനായി പോകേണ്ടവർ അവസാനത്തെ 5 സ്റ്റോറുകളിലുള്ള 17, 18, 19, 20, 21, 22 സ്റ്റാളുകളിലുള്ള കുട്ടികളും അവരുടെ അധ്യാപകർക്കും ആദ്യം ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലാവുന്നതാണ്. ചെയ്ത് കാണിച്ചു തരും പിള്ളേർ. ഫുഡ് കൂപ്പൺ കൊടുത്തതിന് ശേഷമായിരിക്കും എല്ലാവരും കൂപ്പണുമായി വേണം ഭക്ഷണശാലയിലേക്ക് ചെല്ലുക. ഭക്ഷണം കഴിച്ച ശേഷം ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ പ്രത്യേകം കവർ വെച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ നിക്ഷേപിക്കാവൂ എന്നറിയിക്കുന്നു. ഉപയോഗിച്ച പ്ലേറ്റ് വെക്കാൻ അവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രം ഇത് മുഴുവൻ ഇതോരോ പയറ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ വേറെ എന്നാക്കിയ പിന്നെ വെർട്ടിക്കൽ ഗാർഡൻ കൃഷിയുമായി ബന്ധപ്പെട്ട ഇത് കാബേജ്
വർഷം തൊട്ട് തുടങ്ങിയതാണ്. അപ്പം കുറച്ചൊക്കെ ആയി വരുന്നുണ്ട്. ഇത് വെജിറ്റബിൾ പ്രിന്റ്. വെജിറ്റബിൾ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലും ഷേപ്പിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അച്ചടിച്ച് ചെയ്യുന്നതാണ് വെജിറ്റബിൾ പ്രിന്റ്. ഇത് സവോള. എന്നാ ഉണ്ട് ഇന്ന് തിരക്കായിരിക്കും എല്ലാവരും അല്ലേ? അടിപൊളി ഐറ്റംസ് ഒക്കെ ആണല്ലോ പിള്ളേർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? ആ ആ ഇത് നമ്മളെ കടയിലൊക്കെ ഇതിന്റെ സാധനം അല്ലേ ഇങ്ങനെ കിട്ടുന്നതല്ലേ? ഇതൊക്കെ ഇവിടുത്തെ നമ്മുടെ പിള്ളേരുടെ അല്ലേ? വൈകുന്നേരം വരെ ഉണ്ടല്ലേ? ഏത് സ്കൂളാണ്? തൃക്കൊടിത്താനം. എന്നാ ഉണ്ടാക്കുന്നേ? എന്നാ ഇത് ഉണ്ടാക്കാൻ പോകുന്നേ? LED ബൾബ് എല്ലാം ഉണ്ടല്ലേ? ഞാണ്ട് ഈന്തപ്പഴം, ലഡു, ഒത്തിരി ഐറ്റംസ് ഉണ്ടല്ലോ അല്ലേ? പട്ടയപ്പം, അവർ വിളയിച്ചത്. പേരെന്നെ അവിടെ വരുന്നു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാബു പുതുപ്പറമ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശ്രീമതി ധന്യ പി വാസു സ്വാഗതം ആശംസിക്കുകയും ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. യോഗത്തിൽ വിശിഷ്ട അതിഥിയായി ഡോക്ടർ ഷീജ S, പ്രിൻസിപ്പൽ ഡയറ്റ് കോളേജ് കോട്ടയം പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ശ്രീമതി സിമി മാത്യു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോട്ടയം, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർ ശ്രീമതി അന്നമ്മ എബ്രഹാം, KJ പ്രസാദ് ജില്ലാ കോർഡിനേറ്റർ, ശ്രീ അനിൽ K തോമസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ശ്രീ സജൻ S നായർ ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ, ശ്രീമതി രമിത ET പ്രിൻസിപ്പൽ സെൻറ് ജോർജ് GVHS പുതുപ്പള്ളി, ശ്രീ രാജേഷ് കുമാർ PTA പ്രസിഡന്റ് എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുകയും സ്കൂളിൻ്റെ HM ശ്രീമതി ശ്രീല രവീന്ദ്രൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടാണ് യോഗം പര്യവസാനിച്ചത്. നിങ്ങൾ ഏത് സ്കൂളാ? എറികാട് UPS. ആ ഹായ്. എന്തേ HM എന്തേ? ആണോ? ഇത് പിള്ളേരെ ഇത് കാണിക്കാൻ വേണ്ടിയാണോ?